ഈ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുകേഷിന്റെ പീഡനം തീവ്രത കുറഞ്ഞതാണ്, പാർട്ടി അത് CPM അത് പീഡനമാണെന്ന് അത് വിലയിരുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് അവര് പറഞ്ഞത് യഥാർത്ഥത്തില് അത് പ്രിന്റ് ചെയ്ത് അത് ഒരു ഫ്രെയിമിലാക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെക്കണം. എല്ലാവരും വരുമ്പോ കാണണം, കേരളത്തിലെല്ലാവരും. ഇത്രയും CPM നേതൃത്വം അവരുടെ ഈ ക്ലാസുകളിലും ജില്ലാ കമ്മിറ്റിയിലൊക്കെ ചെന്ന് ഈ എം ഇ ഗോവിന്ദനെ പോലുള്ള ആളുകൾ പറയുന്നതാണ് മുകേഷിന്റെ തീവ്രത കുറവായിരുന്നു, ഇപ്പുറത്തേന് തീവ്രത കൂടുതലാണ്. ഇങ്ങനെ പറഞ്ഞ് താത്വികമായി വിശകലനം നടത്തുന്ന ഒരു എക്സ്പെർട്ടാണ് ആര്? എം ഇ ഗോവിന്ദൻ. എം ഇ ഗോവിന്ദൻ ചെന്ന് ഈ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ക്ലാസ് എടുക്കുമ്പോഴാണ് ഈ തീവ്രതയെക്കുറിച്ചുള്ള ഇത് കേരളത്തിലൊരു വലിയ പുതിയ അറിവാണ്, അല്ലെ? അറിവാണ്. അത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. എല്ലാ കാലത്തും റെക്കോർഡ് ചെയ്ത് വെക്കുകയും പ്രിന്റ് ചെയ്ത് ഫ്രെയിം ആക്കിയിട്ട് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ വെക്കേണ്ട സാധനമാണ് ഈ മുകേഷിന്റെ തീവ്രത കുറവ്. അല്ല, ഏറ്റവും പ്രധാനം രണ്ട് ലൈംഗിക പീഡന കേസുകളിൽ അറസ്റ്റിലായി കുറ്റപത്രം കൊടുത്ത ആളാണ് മുകേഷ് MLA. പക്ഷെ അദ്ദേഹത്തിന്റെ അത് പീഡനമാണെന്ന് CPM വിലയിരുത്തിയിട്ടില്ല എന്നാണ്. അതാ പറഞ്ഞത്. അത് എം ഇ ഗോവിന്ദൻ വിലയിരുത്തിയപ്പോ അതിന് തീവ്രത കുറവായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് വന്നേക്കുന്നത്. അത് താത്വികമായ ഒരു വിശകലനമാണ് CPMന്റെ. മനസ്സിലായല്ലോ? ഇതൊക്കെ കേരളം, ഇതൊക്കെ നോക്കി ചിരിക്കുകയാണ് കേരളം. അത്രയും വിചാരിച്ചാൽ മതി. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോ അറിയാം ഇതിന്റെയൊക്കെ ജനങ്ങളുടെ തീവ്രത അപ്പൊ മനസ്സിലാവും. ഒരു കാര്യം കൂടി, ഒരു സർവീസുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് K. ജയകുമാറിന്റെ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള നിയമനം അത് ചട്ടവിരുദ്ധമാണ്, അത് ദേവസ്വം നിയമാവലിക്ക് എതിരാണെന്ന് പറഞ്ഞ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ്. സർവീസുള്ള സീനിയർ ഉദ്യോഗസ്ഥരാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഗ്രൗണ്ട് എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ കമന്റ് ചെയ്യാം.